പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. ചേലക്കര ചിറങ്കോണത്ത് കാട്ടാനയെ തുരത്തുന്നതിനിടെ പടക്കം പൊട്ടി വനം വകുപ്പ് വാച്ചർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മച്ചാട് റേഞ്ചിന് കീഴിലെ വാഴാനി വനം സ്റ്റേഷൻ പരിധിയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം സംഭവിച്ചത്. അകമല RRT വിഭാഗത്തിലെ NMR വാച്ചറായ ചാക്കോയ്ക്കാണ് പരിക്കേറ്റത്. ചിറങ്ങോണം ഭാഗത്ത് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയെ പടക്കം പൊട്ടിച്ച് വനത്തിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ചാക്കോയുടെ കയ്യിലിരുന്ന പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ ഇദ്ദേഹത്തിന്റെ ഇടതു കൈപ്പത്തിക്കും വിരലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അപകടം നടന്ന ഉടനെ കൂടെയുണ്ടായിരുന്ന ജീവനക്കാർ ചാക്കോയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് രാത്രികാല പട്രോളിങ്ങിനും ആനയെ തുരത്താനുമായി എത്തിയതായിരുന്നു വനംവകുപ്പ് സംഘം. പുലർച്ചെ വാച്ചർമാർ ഗുണ്ട് പൊട്ടിക്കാൻ വന്നപ്പോൾ അവരുടെ കയ്യിലിരുന്ന് ഗുണ്ട് പൊട്ടിയെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഇവിടെ ആൾക്കാർ പറയണൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ സൗണ്ട് കേട്ടു, പക്ഷെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞത് അവിടെ 3-4 ആനകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ ഇവിടെ സൈഡിലായിട്ട് എന്ന് പറഞ്ഞു. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയ ചിറങ്ങോണം പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ ഈ പ്രദേശത്ത് 2-3 ആനകൾ ഇറങ്ങുകയും ആ ആനകളെ ഓടിക്കുന്നതിന് വേണ്ടി വനം വാച്ചർ ഗുണ്ടു പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരുന്ന് ആ ഗുണ്ടു പൊട്ടി അദ്ദേഹത്തിന്റെ വിരലുകൾ അറ്റ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അനുദിനം ഈ പ്രദേശത്തൂടെ കാട്ടാനകൾ പോകുന്നത് ഈ പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് സ്ഥാപിക്കണമെന്നാണ് ഈ നാട്ടിലെ ആളുകൾ പറയുന്നത്. CCVക്ക് വേണ്ടി സുമേഷ് അരയമ്പറമ്പ്. ന്യൂസ് ഡെസ്ക് CCV.